നമസ്കാരം, ഞാൻ പരമേശ്വർ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന 2025 ജനുവരി മാസത്തിലെ അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറുകാർക്ക് ഈ വരുന്ന ജനുവരി മാസത്തിൽ സൂര്യൻ 14-ാം തീയതി വരെ 9-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 10-ലേക്ക് വരും. 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക. അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓരോരുത്തർക്ക് പലവിധ കുറവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അഭിമാനമുണ്ട് അല്ലെ. ആ അഭിമാനത്തിന് ക്ഷതം വന്നു ചേരുന്നതായിട്ടുള്ള, ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഒരു ഫലമാണല്ലോ അപമാനം. അപ്പൊ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുക. 14-ാം തീയതിക്ക് ശേഷം സൂര്യൻ 10-ലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് മേടക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 10-ാം ഭാവം കൊണ്ടായതുകൊണ്ട് തന്നെ ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള നല്ല സൂചനയുണ്ട്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻ ലഭിക്കുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ധനലാഭം വന്നു ചേരുക, എല്ലായിടവും വിജയം, കർമ്മസിദ്ധി വന്നു ചേരുക, ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക. അപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഈ നല്ല ഫലങ്ങൾ വന്നു ചേരുമ്പോൾ തന്നെ നല്ല ഫലം നമുക്ക് വരുമല്ലോ അല്ലേ. എന്തായാലും ഈ വരുന്ന ജനുവരി മാസത്തിൽ ചൊവ്വയ്ക്ക് മാറ്റമുണ്ട്. 21-ാം തീയതി വരെ ചൊവ്വ 4-ൽ തന്നെയാണ്. 21-ാം തീയതിക്ക് ശേഷം 4-ൽ നിന്ന് 5-ലേക്കല്ല ചൊവ്വയ്ക്ക് മാറ്റം, 3-ലേക്കാണ്, വക്രഗതിയാണ്. 3-ലേക്ക് വരുന്ന ചൊവ്വ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 21-ാം തീയതി വരെ 4-ൽ നിൽക്കുമ്പോൾ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ഉണ്ടാവുക, നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഫലമല്ലല്ലോ. അതേപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദരവ്യാധി വന്നു ചേരുക, വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. അപ്പോൾ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 21-ാം തീയതിക്ക് ശേഷം വക്രഗതിയാണ് ചൊവ്വയ്ക്ക്, 3-ലേക്കാണ് വരുന്നത്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ചൊവ്വയെ കൊണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക. ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. ഭൂമി ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. 3-ലേക്ക് ചൊവ്വ വരുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന ജനുവരി മാസത്തിൽ ബുധന് 3 മാറ്റങ്ങളാണ് ഉള്ളത്. ജനുവരി 5-ാം തീയതി വരെ ബുധൻ 8-ലാണ്, 24-ാം തീയതി വരെ ബുധൻ 9-ൽ, അതിനുശേഷം 10-ലേക്ക് വരും. 8-ൽ നിൽക്കുമ്പോഴും 10-ൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട്, അതായത് 5-ാം തീയതി വരെ ഏത് കാര്യങ്ങൾക്കും നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക. കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക. ഏത് കാര്യങ്ങൾക്കും നിപുണത, സാമർഥ്യം ഇതൊക്കെ വന്നു ചേരുക. കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക. നമ്മുടെ സന്താനങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക. കുടുംബത്ത് സന്തോഷം വന്നു ചേരുക. പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ബുധനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക, നല്ല വിജയം വന്നു ചേരുക. അതേപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴോ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 8-ൽ നിൽക്കുന്ന ബുധൻ 5-ാം തീയതി വരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 24-ാം തീയതി വരെ 9-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. വീണ്ടും 10-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 10-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വീണ്ടും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 10-ാം ഭാവത്തിൽ
ബുധൻ നിൽക്കുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനിട വരിക, ജോലി സംബന്ധമായിട്ട് പ്രമോഷൻ വന്നു ചേരുക, ഉയർച്ച വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 25-ാം തീയതിക്ക് ശേഷം 10ലേക്ക് വരുന്ന ബുധനെ കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് മേടക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വ്യാഴവും 2-ലാണ്, ഈശ്വരാധീനമുള്ള കാലയളവിനെ തന്നെ സൂചിപ്പിക്കുന്നു എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, വളരെ നല്ല ഫലമാണ് വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. 27-ാം തീയതി വരെ ശുക്രൻ 11-ലാണ്, അതിനുശേഷം 12ലേക്ക് വരും. 11-ൽ നിൽക്കുമ്പോഴും 12-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 11-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക, കുടുംബ സുഖാനുഭവത്തിയായിട്ട് വരിക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. 12ലേക്ക് വരുമ്പോഴും ധനധാന്യ സമൃദ്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ശുക്രനെ കൊണ്ട്. അതുപോലെ തന്നെ 11-ലാണ് ശനി. 11-ൽ നിൽക്കുന്ന ശനിയും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക, ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ വർദ്ധിക്കുക, ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, ധനലാഭം വന്നു ചേരുക, വളരെ നല്ല ഫലമാണ് ശനിയെ കൊണ്ടും മേടക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. എന്തായാലും മേടക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.